ഇടാൻ പറ്റുമോ? വിഷക്കുകയും ചെയ്യുന്നു പുല്ല്. വെള്ളം കയറി കുടിക്കും. പണ്ടാരത്തിൽ പറഞ്ഞു വിട്ടേന്ന്. അങ്ങോട്ട് ചെറിയ മനുഷ്യ, ഞാനങ്ങോട്ട് ആരടാ ഇത്? ഹലോ, ആ മെമ്പറാ. എടാ ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക. ഞാൻ ആ വിനോദിന്റെ അടുത്ത് പോവാ. അവന്റെ ഒരു മണ്ണിന്റെ പ്രശ്നമില്ലേ? എടാ പെണ്ണിന്റെ അല്ലടാ, മണ്ണിന്റെ പ്രശ്നം. അത് തീർക്കാൻ വേണ്ടി പോവാ. ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം. ഞാൻ അങ്ങോട്ട് വിളിക്കാം. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം, എല്ലാം ശരിയാക്കി തരാം. ഇതൊന്നും ഈ പ്രശ്നം ഞാൻ തീർക്കട്ടെ. ആ ശരി. മണ്ണിന്റെ പ്രശ്നം തീർക്കുമ്പോഴാണ് നാട്ടുകാർ മൊത്തം വിളിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. വിനോദ്, ആര്? വിനോദേ, വരുന്നു. ചവിട്ടി പൊട്ടിക്കല്ലേ? മെമ്പറാ? ആ മെമ്പർ തന്നെ. എന്തുവാ മെമ്പറേ? എന്റെ വിനോദ്, നിന്നെ കൊണ്ട് എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണിപ്പോ. വിനോദേ, ഞാൻ എന്ത് ചെയ്യണം? വിനോദ് എന്നെ പറഞ്ഞതാ, ഞാൻ എന്ത് ചെയ്യണം? പുല്ല് കീറിക്കളയണം. പിന്നെ എന്റെ വിനോദ്, അത് കീറിക്കളയേണ്ട സാധനമല്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, വിനോദ് ഈ നാട് കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. രമ്യ എന്തിനാ വിളിക്കണേ? രമ്യ, വെള്ളം എനിക്ക് വെള്ളത്തിന്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് വെള്ളം വേണ്ട. ഞാൻ വെള്ളം ചോദിച്ചില്ലല്ലോ. ചോദിച്ചാലും തരത്തില്ലല്ലോ. എനിക്ക് കുടിക്കും. വെള്ളം വിട്ടുവിട്ട് കുടിക്കണം. അങ്ങനെ വിഷയമുണ്ട്. നീ ഇപ്പൊ എന്നെയാണ് വെള്ളം കുടിപ്പിച്ചോണ്ടിരിക്കുന്നത്. കുടിച്ച് മരിക്കും. എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്ത് പറ്റി? നിങ്ങളെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. എത്ര പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നത് അറിയോ? എന്ത് പരാതി? നീ ഇപ്പൊ ഒരു വീടെടുത്തോ? ഒരു വീടെടുത്താ അതിന് കുഴിയെടുത്താ? എടുത്തു. ആ മണ്ണൊക്കെ എവിടെ വെച്ച്? റോഡിലേക്ക് കൊണ്ടുപോയി തലയെ വെച്ച്. തമാശ വീട്. നാട്ടുകാരൊക്കെ എന്റെ പറയുന്നുണ്ട്. എന്റെ വീട്ടിലിടാൻ സ്ഥലമില്ല, അതല്ലേ റോഡിൽ മണ്ണിറക്കിയിട്ടത്. റോഡിൽ മണ്ണിറക്കിയിട്ട് മഴ പെയ്ത് നാട്ടുകാർക്ക് നടക്കാൻ പറ്റുന്നില്ല. കുട്ടികളാണ് വഴി വീണു. മുതിർന്നവർക്ക് നടക്കാൻ പറ്റുന്നില്ല. പ്രശ്നത്തോട് പ്രശ്നമാണ്. എന്റെ വിനോദം എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കിയേ പറ്റും, അല്ലെങ്കിൽ പിന്നെ എനിക്ക് വലിയ പ്രശ്നമാണ്. ശരിയാവില്ല ഇത്. എന്റെ രമ്യ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? വിനോദം, നിനക്ക് എത്ര ബുദ്ധി ഉണ്ടാ? നീ എത്ര പഠിച്ചതാ? നീ ആലോചിച്ച് എനിക്ക് ഈ പ്രശ്നം പരിഹാരം ഉണ്ടാക്കാൻ പറ്റത്തില്ല. കേക്ക് വ്യക്തമായി കേക്ക്. നീ എന്താ പറയുന്നത്? മെമ്പർ പറഞ്ഞ കേക്ക്. മെമ്പർ പറഞ്ഞ് മണ്ണ് റോഡിലിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പറഞ്ഞു. അത് കഴിഞ്ഞല്ലോ പറ. കുട്ടികളെ അത് വീഴട്ടെ. കേട്ടോ, അത് കഴിഞ്ഞ് പറഞ്ഞല്ലോ. നാട്ടുകാർക്ക് നടക്കാൻ പറ്റണില്ല. എന്റെ പഠിപ്പിനെ കുറിച്ച് എന്തോ പറഞ്ഞല്ലോ, അത് പറ. പ്രശ്നമാണ്. അല്ലെങ്കിൽ പ്രശ്നമൊക്കെ കഴിഞ്ഞ കാര്യം പറ. എനിക്ക് എന്തോ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പറ. ഞാനൊന്നും പറഞ്ഞില്ല വിനോദ്, ഞാനൊന്നും പറഞ്ഞില്ല. അല്ല, അത് പറ. എനിക്ക് ബുദ്ധി ഉണ്ടെന്നൊക്കെ ഒരു വാക്ക്. ആലോചിച്ച് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. വിനോദേ, നീ ഇത്രയും പഠിച്ച ഒരാളല്ലേ, ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരാളല്ലേ, നിനക്ക് കുറച്ച് ബുദ്ധി ഉപയോഗിച്ചൂടെ? നിനക്ക് എത്ര ബുദ്ധിയുണ്ട്? നീ ഏതൊക്കെ മത്സരത്തിൽ പങ്കെടുത്ത് എത്ര സമ്മാനങ്ങൾ വാങ്ങിച്ച ആളാണ്? എന്തോന്നാ ഞാൻ ഉറക്കെ പറയണ്ടത് കേട്ടോ? ആ മണ്ണ് റോഡിൽ വെച്ചിട്ട് മണ്ണല്ല, മണ്ണായാലും കൊണ്ടുപോട്ടെ. മണ്ണ് കഴിഞ്ഞ് പറഞ്ഞല്ലോ. മക്കൾ തെന്നി വീഴുന്നു. തെന്നി വീട്ട് ആശുപത്രി ഞാൻ കൊണ്ടു. അത് കഴിഞ്ഞ കാര്യം പറ. മഴ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് വിനോദേ. മനസ്സിലാക്കി. എന്നോടൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു. എന്ത് കാര്യം? ഞാൻ എന്ത് കാര്യം പറഞ്ഞു? ഉറച്ചു പറ. ബുദ്ധി ഉപയോഗിച്ച് കൈകാര്യം ചെയ്യണ്ടേ? മനുഷ്യ ഇല്ലാത്ത കാര്യം എന്തിനാ പറയുന്നേ? മെമ്പർ വന്ന കാര്യം പറയട്ടെ, ഒന്ന് മിണ്ടാതിരിക്കും. എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല വിനോദം, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ആശുപത്രി കൊണ്ട് കാണിക്കണം. വിനോദം, ഞാൻ ഒരു കാര്യം പറയാം. നീ ഇപ്പൊ വീടെടുത്തു, ആ മണ്ണൊക്കെ കൊണ്ടുപോയി റോഡിലിട്ടു. ഇപ്പൊ ആർക്കും നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. നീ ആ മണ്ണ് എങ്ങനെ മാറ്റിയേ പറ്റൂ. അവിടുന്ന് മാറ്റിയേ പറ്റൂ. തെരഞ്ഞെടുപ്പ് ഞാൻ എന്ത് ചെയ്യും? ഈ 7 സെന്റ് പെരേടത്തിനകത്ത് ഇത്ര സ്ഥലമുള്ള ഞങ്ങൾ എവിടെ 7 സെന്റ് പെരേടത്തിനകത്ത് ഇത്ര സ്ഥലമുള്ള ഒരു വീട്, ചെറിയ വീടെടുത്തില്ലേ? ഒരു കിണറ്, ബാക്കി സ്ഥലമില്ലേ? എന്റെ വിനോദേ, ഇത്ര ചിന്തിക്കാൻ എന്തിരിക്കുന്നു? ഒരു കാര്യം ചെയ്താൽ മതി. ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇത് നമുക്ക് മെല്ലെ സോൾവ് ചെയ്യാം. ഒരു കാര്യം ചെയ്യും. ഈ 7 സെന്റ് സ്ഥലത്ത് ഒരു വീടുണ്ട്.
ഒരു കിണറുണ്ട്, ബാക്കി സ്ഥലമുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യും, ഈ സ്ഥലത്ത് ആഴത്തിൽ ഒരു കുഴി എടുക്കുക, എന്നിട്ട് ഈ റോഡിലുള്ള മണ്ണൊക്കെ എടുത്തിട്ട് ഈ കുഴിയിലിടുക. അപ്പൊ മറ്റേ മണ്ണെടുത്തിട്ട് റോഡിലിടുക. പ്രശ്നം തീർന്നില്ലേ? സിമ്പിൾ. ഇതൊക്കെ ചിന്തിച്ച് ചെയ്താൽ പോരോ എന്റെ വിനോദം? എന്ത് കഷ്ടമാണിത്. പറഞ്ഞിട്ട് കാര്യമില്ല മെമ്പറെ, ബുദ്ധി വേണ്ട. ബുദ്ധി കൊണ്ട് കളിക്ക് ഇങ്ങനെ ഒരു വെച്ചിരുന്നോ? തെരഞ്ഞെടുപ്പ് വരികയാണ്, ഞാൻ എന്താ ചെയ്യുന്നത്? ആൾക്കാർ മൊത്തം പരാതിയായിട്ട് എന്നെ മുമ്പ് പറയാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മെമ്പർ പറയുന്നില്ല കേക്ക് മനുഷ്യ. ചെയ്യാൻ പറ്റുമോ? ചെയ്യാം, ഇപ്പൊ ചെയ്യണം. ഞാൻ പോവാണ് വിനോദ്, ഞാൻ പോവാണ്. നിങ്ങൾ എന്താ വേണ്ടത് ചെയ്തോ. ഇത് പ്രശ്നം പറഞ്ഞിട്ട് ഒരാൾ എന്റെ വീട്ടിൽ കയറി വരാൻ പാടില്ല. ഞാൻ പോവാണ്. എനിക്ക് ഊണിന് സമയമായി, ചോറ് കഴിച്ചിട്ട് പോവാം. എന്തായാലും ഉച്ച സമയമല്ലേ, വന്നല്ലേ. വേണ്ട, എനിക്ക് ചോറിന്റെ ഒന്നും ആവശ്യം ഇപ്പൊ വേണ്ട. ചോറ് കഴിച്ചിട്ട് പോവാമേ. വേണ്ട, ഞാൻ വയറ് ഫുള്ളാണ്. നല്ല മാമ്പഴപ്പുളിശ്ശേരി വന്നല്ലേ മെമ്പറെ. അത് വിനോദ്, ഞാൻ ഈ പ്രശ്നം പറയാൻ വേണ്ടിട്ട് മാത്രം വന്നതാണ്. എനിക്ക് വേണ്ട 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 കഴിച്ചിട്ട് അല്ല വേണ്ട. കാരണം ഞാൻ വരുന്ന വഴിക്ക് നമ്മുടെ കരുനാട്ടുണ്ടല്ലോ, പുള്ളിക്കാരന്റെ വീട്ടിൽ ഒരു മരിപ്പുണ്ടായിരുന്നല്ലോ, അവിടെ ഞാൻ കേറിയിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് ഇവിടെ നല്ല മാമ്പഴപ്പുളിശ്ശേരി ഉണ്ട്, ഞാൻ ഉണ്ടാക്കിയത്. രമ്യയുടെ മാമ്പഴ പുളിശ്ശേരി എനിക്കറിയാം. അത് വേണ്ട, അല്ല വേണ്ട വേണ്ട. എനിക്ക് മെമ്പറെ നല്ല അച്ചാറുണ്ടെന്ന്. എനിക്ക് കഴിക്കുന്നത് നിങ്ങളൊക്കെ ജയിപ്പിച്ചു വിട്ട ആളല്ലേ ഞാൻ. അങ്ങനെയൊന്നുമില്ല, ഞാൻ ആരെ വീട്ടിൽ നിന്ന് കഴിയും. പക്ഷെ എനിക്ക് വയറ് ഫുള്ളാണ്, അതുകൊണ്ടാണ്. സോറി. വേണ്ട. നല്ല അവിയലുണ്ട് മെമ്പറെ, നല്ല എന്തിനാ വിളിച്ചു മെനക്കിടുന്നത്? ഒരു വലിയ വലിയ ആൾക്കാർ അവരെ വീട്ടിൽ പോയി കഴിക്കത്തുള്ളൂ. നമ്മൾ വോട്ട് മാത്രം അല്പം കഴിക്കും വിനോ. കുറച്ച് പറഞ്ഞ സ്ഥിതിക്ക് കുറച്ച് ഇത്ര അതന്നെ കൂടുതലാണ് പറഞ്ഞ സ്ഥിതി. ഞാൻ കഴിച്ചില്ല എന്ന് പറഞ്ഞു നിങ്ങൾ ഞാൻ പുറത്തു പോയിട്ട് വലിയ ചർച്ചയാക്കണ്ട. കുറച്ച് ഓരോരാളെ മെമ്പറേ, ആഹാരം കഴിച്ചു. ഇലക്ഷനൊക്കെ അല്ലേ? ജമ്മിയുടെ ഒരു കാര്യം, ഇത് കുറച്ച് മതി കേട്ടോ, ഇത് കൂടുതലാവല്ലേ. കുറച്ച് മതി, വാ. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നാട്ടിലുണ്ടായ കേട്ടോ. ചൂടുവെള്ളം വേണോ പച്ചവെള്ളം വേണോ? പച്ചവെള്ളം മതി. പ്രവർത്തനമൊക്കെ സൂപ്പർ തന്നെ വിനോദേ. ഞാൻ ഈ വിനോദിന്റെ വീട്ടിലെ ഒറ്റ നിർബന്ധം ഭക്ഷണം കഴിക്കണമെന്ന്. അത് ഞാൻ കഴിച്ചിട്ട് വന്നതാ. അതെ അതെ. എന്താ രമ്യ, കുറച്ച് ഒരു വീഡിയോ വിളിക്കാം. ഇത്ര വേണ്ടാന്ന് ഞാൻ കഷ്ടമാണ്. ഇത്രന്റെ ആവശ്യമില്ല ചോറ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ വയറ് ഫുള്ളാക്കിയിട്ട് വന്നതാണ്. ഇത് ഒരു 3 ചോറ്. ഇത് തന്നെ ചിലപ്പോ ബാക്കിയായിരിക്കും രമ്യ. പ്ലീസ്, നിങ്ങൾ നിർബന്ധിക്കല്ലേ. ഇതാ ഇത് മതി. ഇത് തന്നെ ചിലപ്പോ ഭാഗ്യം. അറിയാലോ, അരി കിട്ടാനില്ല, അതുകൊണ്ടാണ്. ഇത് മതി രമ്യ, ഇത് മതി. കുറച്ച് പുളിശ്ശേരി, ഇത്തിരി പുളിശ്ശേരി വെച്ചു. ബാക്കിയായാലും ഇതാ ഓരോ കുഴപ്പമില്ല. സന്തോഷം. അയ്യോ, ഒന്നും തോന്നരുത്. കാരണം ഞാൻ വരുമ്പോഴേ ആ കുട്ടേട്ടന്റെ കടയിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുറച്ച് 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 പോയിട്ട് ധൃതിയുണ്ട്, അതുകൊണ്ടല്ലേ. കുറച്ച് അവിയല് സൂപ്പറാ. എങ്ങനെയുണ്ട് മെമ്പറെ? ഇച്ചിരി പുളിശ്ശേരി എന്റെ പുളിശ്ശേരി ഉണ്ടല്ലോ സൂപ്പർ. ഞാനൊരു പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടേ ഇത്ര രമ്യ, ഇത്ര ഇങ്ങോട്ട് പോരട്ടെ. സൂപ്പർ പഴക്കാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് മെമ്പറ് പോകുമ്പോ ഇതിലേ ഒന്ന് കേറണേ. ഇതെന്തായിരുന്നു? അവിയല് അവിയല് സൂപ്പർ. എങ്ങനെയുണ്ട്? കൈപ്പുണ്യം പറയാൻ പറ്റോ? അതിന്റെ അപ്പം ഉണ്ടല്ലോ. കുറച്ച് അച്ചാറിട്ടോ മെമ്പറെ, അച്ചാർ എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ചേട്ടന് ഭയങ്കര ഇഷ്ടമാ. ചേട്ടന് മാത്രല്ല, ഭക്ഷണമൊക്കെ കുറച്ച് അവിയലെടുക്കട്ടെ.
ചേട്ടാ രമ്യ ഓ ഒന്നേ മെമ്പറെ കുറച്ച് ചോറ് ഞാൻ എടുക്കാൻ വരട്ടെ. നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞു ഇത് തീറ്റിപ്പണ്ടാരാന്ന്. അയ്യോ ആദ്യം ഉണ്ണാൻ വിളിച്ചപ്പോ വേണ്ടെന്നല്ലേ പറഞ്ഞത്? ആ ഞാൻ ചെയ്തിട്ടുള്ള കാര്യമല്ലോ ഉണ്ടായിരുന്നു വല്ല നമുക്ക് കഴിക്കാൻ വല്ലതും ഉണ്ടോ? ഇവിടെ പിള്ളേർക്ക് കഴിക്കാൻ വല്ലതും ഉണ്ടോ? അത് ഞാൻ ഇത്തിരി എടുത്ത് ഒളിപ്പിച്ചു വെച്ചു. കുച്ചുങ്ങളെ പട്ടിണിക്ക് ഇടാൻ പറ്റുമോ? വിഷക്കുകയും ചെയ്യുന്നു പുല്ല്. എന്താ ചെയ്യാൻ? വെള്ളം കയറി കുടിക്കും. ആ പണ്ടാരത്തിൽ പറഞ്ഞു വിട്ടേന്ന്. അങ്ങോട്ട് ചെറിയ മനുഷ്യ ഞാൻ അങ്ങോട്ട് മനുഷ്യ അങ്ങോട്ട്. ഇനിയെങ്കിലും ഇവരൊന്നും വിളിച്ച് വീട്ടിൽ കയറ്റല്ലേ? ഞാൻ അറിഞ്ഞോ ഇത് തീറ്റിപ്പണ്ടാരമാന്ന്. ഞാൻ എന്തെങ്കിലും പോയി വല്ലതും കഴിച്ചിട്ടില്ല. എനിക്കും കൂടി വല്ലതും മേടിക്കണേ. ഞാനൊന്നും കഴിച്ചിട്ടില്ല. നീ കഴിച്ചില്ലായിരുന്നു? ഇല്ല, എനിക്കും കൂടി വല്ലതും മേടിച്ചിട്ടുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് മാത്രം എന്താ ഇച്ചിരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഓ ഉള്ളതാവട്ടെ. ചേട്ടാ രമ്യേ എന്തെങ്കിലും പുളിശ്ശേരി